എടാ നെക്സ്റ്റ് പോം എന്ന് പറയുന്നത് പേജ് നമ്പർ 880 കോളനൈസേഷൻ ഇൻ റിവേഴ്സ് ലൂയിസ് ബെനറ്റ് കവേർലിയുടെയാണ്. ലൂയിസ് ബെനറ്റ് കവേർലി എന്ന് പറയുന്ന ജമൈക്കയുടെ ഒരു ജമൈക്കൻ പോയറ്റ് ആണ് കേട്ടോ. ഷി വാസ് ഓൾസോ ആൻ ആക്ട്രസ് ആയിരുന്നു. പിന്നെ ഒരു ഫോക്ലോറിസ്റ്റ് ആണ്, എന്റർടൈനർ ആണ്. 2006 മരിച്ചു. പിന്നെ അവരെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോമാണ് കേട്ടോ. പേജ് നമ്പർ 81 സെക്കൻഡ് പാരഗ്രാഫിൽ അവരുടെ കുറേ വർക്ക്സിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പഠിച്ചു വെക്കാൻ പറ്റുന്ന മാത്രം നോക്കി വെക്കുക. പിന്നെ ലാസ്റ്റ് അവർ കുറേ തിയേറ്റർ ആർട്ടിസ്റ്റും കൂടിയാണ് കേട്ടോ. കുറേ പ്ലേസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അവാർഡ്സിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അവർക്ക് കിട്ടിയ. നമ്മുടെ സ്പെഷ്യൽ ഇൻട്രൊഡക്ഷനിലോട്ട് പോകും പേജ് നമ്പർ 82. ഈ ഒരു ലൂയിസ് ബെനറ്റിന്റെ ഈ ഒരു പോം എന്ന് പറയുന്നത് കൊളോണിയലിസത്തിന് ശേഷം എന്താണ് ഹാപ്പൻ ചെയ്യുന്നത്, വാട്ട് ഇസ് കൊളോണിയലിസം ആൻഡ് വാട്ട് ഇസ് കൊളോണിയലിസം ഇൻ റിവേഴ്സ്, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൊളോണിയലിസത്തിന്റെ ആ ഒരു ടൈം പീരീഡിലാണ് നമ്മുടെ ലൂയിസ് ബെനറ്റ് ജനിച്ചത്, വളർന്നതും ഒക്കെ. കോളനൈസേഷന്റെ സമയത്താണ് എഴുതി തുടങ്ങിയത് നമ്മുടെ റൈറ്റർ. ആൻഡ് ജമൈക്കൻ പോയറ്റ് ആണ്. ജമൈക്കയ്ക്ക് ആ ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത്, അല്ലെങ്കിൽ ഡീകോളനൈസേഷൻ എന്ന് വെച്ചാൽ കോളനൈസേഷൻ വിട്ടുപോയ സമയത്ത്, അല്ലെങ്കിൽ ജമൈക്ക എന്നുള്ള രാജ്യത്തിന് ഇൻഡിപെൻഡൻസ് ബ്രിട്ടനിൽ നിന്ന് കിട്ടിയിരുന്ന സമയത്താണ് ഇവർ എഴുതി തുടങ്ങിയത്. സോ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെ ഗ്രോത്തിന്റെ പീരീഡ് ആയിരുന്നു ജമൈക്കയിൽ. ഡെവലപ്മെന്റ് സംഭവിച്ചു, നാഷണൽ ആയിട്ട് അവയർനെസ് ഒരുപാട് വന്നു. കൾച്ചറൽ റെസിസ്റ്റൻസിന്റെ ഒക്കെ പീരീഡ് ആയിരുന്നു ജമൈക്കയിൽ. കൾച്ചറൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ജമൈക്കൻ കൾച്ചറിനെ പ്രിസർവ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് കൾച്ചറിനെ എന്ത് ചെയ്യുക, ഡിമോട്ട് ചെയ്യുക എന്നുള്ളതിലായിരുന്നു ഇത്. പിന്നെ അത് മാത്രമല്ല, ജമൈക്ക എന്ന് പറയുന്ന രാജ്യം ഇൻഡിപെൻഡൻസ് കിട്ടിയതോടുകൂടി അവർക്ക് ബ്രിട്ടീഷ് കൊളോണിയൽ പവറിനെ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതുപോലെ തന്നെ അമേരിക്കൻ കൾച്ചർ ഇൻഫ്ലുവൻസസും ഉണ്ട്, സ്ലേവ് ട്രേഡിന്റെ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഈ ഒരു 3 കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ലൂയിസ് ബെനറ്റ് എന്നുള്ള റൈറ്ററിന്റെ പോയത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജമൈക്കൻ പീപ്പിളിന്റെ നീഡ്സ് ആൻഡ് കൺസേൺസ് ആണ് അവർ ഈ ഒരു പോയത്തിനകത്തൂടെ പറയുന്നത്. കോളനൈസേഷൻ ഇൻ റിവേഴ്സ് 1966 പബ്ലിഷ് ചെയ്തത്. ജമൈക്കൻ ഇൻഡിപെൻഡൻസിന് 4 വർഷത്തിന് ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ഓഫ് ദ പോം എന്ന് പറയുന്നത് വളരെ ഐക്കോണിക് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു കോളനൈസേഷൻ ഇൻ റിവേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ പോയത്തിന്റെ തീം എന്ന് പറയുന്നത്. അതായത് റിവേഴ്സ് കോളനൈസേഷൻ. കോളനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മീനിങ്? അതൊരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ്. അതായത് ഒരു കൺട്രി വേറൊരു കൺട്രിയെ കോൺകർ ചെയ്തു, അതിനെ കോളനിയാക്കി മാറ്റുന്നു. ഇപ്പോൾ 16th and 19th centuries യൂറോപ്യൻ പവേഴ്സ് ഏഷ്യയിലും ആഫ്രിക്കയിലും കോളനീസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം ബ്രിട്ടൻ ആയിരുന്നു കോളനൈസിങ് പവേഴ്സ് കൂടുതലായിട്ടും ഉണ്ടായിരുന്ന രാജ്യം. 20th century ആയപ്പോഴത്തേക്ക് എന്ത് പറ്റി? ബ്രിട്ടീഷ് എംപയർ ഏകദേശം എന്താണ് കംപ്ലീറ്റ് ആവാൻ തുടങ്ങി കോളനൈസേഷൻ കൊണ്ട്. പക്ഷേ ഈ ഒരു പോയത്തിന്റെ സബ്ജക്ട് മാറ്റർ ഇസ് നോട്ട് അബൌട്ട് കോളനൈസേഷൻ, റിവേഴ്സ് കോളനൈസേഷൻ ആണ്. അതായത് 1947 ബ്രിട്ടീഷ് നമുക്ക് ഇൻഡിപെൻഡൻസ് തന്നു ഇന്ത്യക്ക്. ആൻഡ് കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ത് പറ്റി? ഈ ബ്രിട്ടീഷ് ആ ഒരു എംപയർ തന്നെ അങ്ങ് ബ്രേക്ക് ഡൗൺ ആവാൻ തുടങ്ങി. കോളനൈസേഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയർ തന്നെ അവസാനത്തിലേക്ക് എത്താൻ തുടങ്ങി. ആൻഡ് അങ്ങനെ ഒരു കൺട്രിയാണ് ജമൈക്ക എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 20th century പറയുവാണ് കോളനൈസേഷനൊക്കെ മാറി ജമൈക്കയ്ക്ക് ഫ്രീഡം കിട്ടിയപ്പോൾ ബ്രിട്ടനിലെ കോളനീസിൽ പണ്ട് താമസിച്ചിരുന്ന ജമൈക്കൻ ആളുകളും എല്ലാവരും കൂടെ എങ്ങോട്ട് താമസിക്കാൻ തുടങ്ങി? ജമൈക്കയിലോട്ട് വന്ന് തിരിച്ച് താമസിക്കാൻ തുടങ്ങി. ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ജമൈക്കയിൽ നിന്ന് പോയി ബ്രിട്ടന്റെ കോളനീസിൽ താമസിച്ചുകൊണ്ടിരുന്ന പലരും, അല്ലെങ്കിൽ ബ്രിട്ടന്റെ കോളനീസിലുണ്ടായിരുന്ന പല ആളുകളും ജമൈക്കയ്ക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ തിരിച്ച് ജമൈക്കയിലോട്ട് വന്ന് താമസിക്കാൻ തുടങ്ങി. ഇതിനെയാണ് റിവേഴ്സ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത്. 11 സ്റ്റാൻസാസ് ആണുള്ളത്. ഓരോ സ്റ്റാൻസയും 4 ലൈനാണ്. ജമൈക്കൻ ഇംഗ്ലീഷിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഭയങ്കര സിമ്പിൾ വേർഡ്സിലാണ്, കോൺവെർസേഷണൽ ടോണിലാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോ. പോയം വളരെയധികം ഹാപ്പിനെസ്സോടുകൂടി അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പണിംഗ് ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ പോയറ്റ് ഒരു മിസ് മാറ്റി എന്ന് പറയുന്ന ഒരു ജമൈക്കൻ സ്ത്രീയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോയറ്റ് പറയുവാണ്, പോയിറ്റിന് പേടിയാവുന്നു. കാരണം മിസ് മാറ്റിക്ക് വളരെയധികം ഹാപ്പിനെസ്, ഭയങ്കര എക്സസീവ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് മിസ്സസ് മാറ്റി. സോ സം ടൈംസ് ഷി മേ റിസൾട്ട് ഇൻ ഹാർട്ട് അറ്റാക്ക്. ഇത് ഒരുപാട് സന്തോഷിച്ച് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും. സോ പോയിറ്റിന് വളരെ പേടിയാവുന്നു. ആൻഡ് പറയുവാണ് വളരെ ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഉണ്ട് ഈ ഒരു ഹാപ്പിനെസ്സിന്. ബിക്കോസ് ഹാപ്പിനെസ്സിന് കാരണം എന്താണ്? ജമൈക്കൻസ് തിരിച്ച് ഇംഗ്ലണ്ടിനെ കോളനൈസ് ചെയ്യുവാണ്. കാരണം ഇംഗ്ലണ്ടിന്റെ കോളനീസ് ആയിട്ട് നിന്നിരുന്ന പല സ്ഥലങ്ങളും പല ആളുകളും ഇപ്പോൾ തിരിച്ച് ജമൈക്കയിലോട്ട് വന്ന് താമസിക്കുകയാണ്. അപ്പം ജമൈക്കൻസ് ആണ് ഇപ്പോൾ ഇംഗ്ലണ്ടിനെ കോളനൈസ് ചെയ്യുന്നതെന്നാണ് ആര് പറയുന്ന പോയിറ്റ് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ്, ഈ ഒരു ഹാപ്പിനെസ്സിനെയാണ് നമുക്ക് കോളനൈസേഷൻ ഇൻ റിവേഴ്സ് എന്ന് പറയാൻ സാധിക്കുന്നത്. തിരിച്ചു നടക്കുവാണ് കോളനൈസേഷൻ. ഇംഗ്ലണ്ട് ആയിരുന്നു എല്ലാ രാജ്യങ്ങളെയും വന്ന് കോളനൈസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ജമൈക്കയ്ക്ക് ഫ്രീഡം കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയർ തകർന്നപ്പോൾ എന്ത് ചെയ്യുന്നു? ബ്രിട്ടന്റെ കീഴിലുണ്ടായിരുന്ന പല കോളനീസിലുള്ള ആളുകളും ജമൈക്കയിലോട്ട് വന്ന് താമസിക്കുവാണ്. സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമൈക്കൻസ്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ജമൈക്കൻസ് തിരിച്ച് അവരുടെ നാട്ടിലോട്ട് വരുവാണ്. അതായത് കിങ്സ്റ്റൺ, ക്യാപിറ്റൽ ഓഫ് ജമൈക്ക ആണ്. അവർ എന്ത് ചെയ്യുവാണ്? അവർ തിരിച്ച് ഇംഗ്ലണ്ടിലോട്ട് പോകുന്നുണ്ട്. 1000 കണക്കിന് ആളുകൾ തിരിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലുള്ള ആളുകളെല്ലാം ഫുള്ള് മൈഗ്രേറ്റ് ചെയ്തു ഇംഗ്ലണ്ടിലോട്ട്. പ്ലെയിൻ ഒക്കെ പിടിച്ച് പോകുന്നുണ്ട്. പിന്നെ പ്ലെയിൻ പിടിച്ച് പോകാൻ പറ്റാത്ത ഒരു ഷിപ്സിലോട്ട് പോകുന്നുണ്ട് തിരിച്ച് ഇംഗ്ലണ്ടിലോട്ടൊക്കെ. അതായത് പേടിപ്പിച്ച് ഇംഗ്ലണ്ടിൽ കൊണ്ട് താമസിപ്പിക്കേണ്ട കാര്യം. അതായത് ഇവിടെയുള്ള ആളുകൾ ഫ്രീഡം കിട്ടിയപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോയി താമസിക്കുകയാണ് ചെയ്യുന്നതെന്ന്. അപ്പം റിവേഴ്സ് കോളനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ ജമൈക്കയിൽ വന്ന്, അതായത് ബ്രിട്ടന്റെ കീഴിലുണ്ടായിരുന്ന കുറേ കോളനീസുള്ള ആളുകൾ തിരിച്ച് വന്ന് ജമൈക്കയിൽ താമസിക്കുന്നുണ്ട്. ഈ ജമൈക്കൻ ആളുകളെല്ലാം തിരിച്ച് വന്ന് എങ്ങോട്ട് പോവുകയാണ്? തിരിച്ച് ഇംഗ്ലണ്ടിലോട്ട് ഷിപ്പൊക്കെ പിടിച്ചൊക്കെ പോവുകയാണ്. പ്ലെയിൻ കിട്ടാത്തൊരു ഷിപ്പ്
പിടിച്ച് പോവുകയാണ്. പിന്നെ ഏത് മീൻസ് ഓഫ് ട്രാവൽ ആണെങ്കിലും ജമൈക്കൻസ് എന്ത് ചെയ്യാണ്, ജമൈക്ക വിട്ടിട്ട് അവർ ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പോയിട്ട് ഡിക്ലെയർ ചെയ്യുവാണ് ജമൈക്ക എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയി മാറി. ജമൈക്കൻസ് എന്താണ്, കുറേ ജമൈക്കൻസ്, അതായത് കുറേ കോളനീസിലുള്ള ആളുകൾ ജമൈക്കയിലോട്ട് വരുന്നു, ജമൈക്കയിലുള്ള ഓൾറെഡി ഉള്ള ആളുകൾ ഇംഗ്ലണ്ടിലോട്ട് ട്രാവൽ ചെയ്ത് പോവാണ്. അപ്പോൾ എന്തിനു വേണ്ടി ഇംഗ്ലണ്ടിലോട്ട് ട്രാവൽ ചെയ്ത് പോകുന്ന ജമൈക്കൻസ്, അവർക്ക് നല്ല നല്ല ഹൈ ക്ലാസ് ജോബ്സിന് വേണ്ടിയാണ്. വളരെയധികം റിവാർഡിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽ കരിയേഴ്സ് ഇംഗ്ലണ്ടിലുണ്ട്. സോ അതിന് കിട്ടാൻ വേണ്ടിയാണ് അവർ തിരിച്ച് ഇംഗ്ലണ്ടിലോട്ട് പോകുന്നത്. ദെൻ ഇംഗ്ലണ്ടിലെ പറയുന്നുണ്ട് ഇവിടെ പോയിട്ട് വാട്ട് ആൻ ഐലൻഡ് അല്ലെങ്കിൽ വാട്ട് എ പീപ്പിൾ എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ പോയിട്ട്. ആ ഒരു ഇംഗ്ലണ്ടിലെ ആളുകളെ കുറിച്ച് പറയുവാണ്, ആ ഒരു ലൈഫിനെ കുറിച്ച് പറയുവാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഇംഗ്ലണ്ടിൽ എന്നുള്ള രാജ്യത്തിനോടടുത്ത് ഒരു പോസിറ്റീവ് ഫീലിംഗ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് വളരെ വേദിയായിട്ട് നമുക്ക് നല്ലപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. ഓൾഡ് ആയാലും യങ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും എല്ലാവരും ബാഗും പെട്ടിയും തൂക്കിയെടുത്ത് ജമൈക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലോട്ട് വളരെ മാസമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഹിസ്റ്ററി തന്നെ ഇപ്പോൾ എന്ത് ചെയ്യാണ്, അപ്സൈഡ് ഡൗൺ ആയി മാറി എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ എല്ലാ ജമൈക്കൻസിനും ട്രാവൽ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ചില ജമൈക്കൻസിന് എന്താണ്, ജമൈക്കയിൽ തന്നെ നിന്നാൽ മതി, ചിലർക്ക് ഇംഗ്ലണ്ടിലോട്ട് പോകണ്ട, ചിലർക്ക് ഇംഗ്ലണ്ടിൽ പോകണം, ചിലർക്ക് എന്താണ് ലോയൽറ്റി കാണിക്കണം അവരുടെ സ്വന്തം രാജ്യത്തോടുള്ള. സോ അവരെന്ത് ചെയ്യുന്നു, ട്രാവൽ ഏജൻസി തുറന്നിട്ട് ഇവിടെ ഉള്ള ജമൈക്കൻസിനെ അവർ ഇംഗ്ലണ്ടിലോട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. സോ ജമൈക്കൻസ് തന്നെ എന്ത് ചെയ്യാണ്, ചീപ്പ് ഫെയർ ടു ഇംഗ്ലണ്ട് ഓഫറൊക്കെ കൊടുത്ത് ട്രാവൽ ഏജൻസീസ് അവർ സ്വന്തം രാജ്യത്ത് തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പം അത് പോകാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ അവരുടെ രാജ്യത്ത് നിന്ന് ട്രാവൽ ഏജൻസീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടെ ഉള്ള ആളുകളെ പോകാൻ ആഗ്രഹമുള്ളവരെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ ഒരു എൻറ്റയർ പോപ്പുലേഷൻ ഓഫ് ജമൈക്ക എന്ന് പറയുന്ന വളരെയധികം യൂണിഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അതായത് ഈ ഒരു മാസ് മൈഗ്രേഷന് വേണ്ടി ഫ്രം ജമൈക്ക ടു ഇംഗ്ലണ്ട്, അവരുടെ ആ ഒരു ലൈഫ് സക്സസ്ഫുൾ ആക്കാനും നല്ലൊരു ജോലിക്ക് വേണ്ടിയും സാലറിക്ക് വേണ്ടിയും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയിട്ട് പറയുവാണ് ഈ ഒരു മാസ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ഓരോ വീക്ക് പാസ് ചെയ്യുമ്പോൾ തോറും ഭയങ്കരമായിട്ട് ഇത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ നമ്പേഴ്സ്. അപ്പം ഒരുപാട് പേര് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുവാണ്. അതായത് ആ ഇംഗ്ലണ്ടിൽ പോയി അവിടെ പോയി എന്ത് ചെയ്യണം, ബ്രിട്ടീഷ് എംപയറിൽ പോയി അവർക്ക് ജോലി ചെയ്യണം, അവർക്ക് അവിടെ പോയി നല്ലപോലെ ജീവിക്കണം. അപ്പോൾ ഇവിടെ കോളനൈസറിനെ ഇവിടെ കോളനൈസ്ഡ് ആക്കാൻ നോക്കുവാണ് നമ്മുടെ ജമൈക്കൻ പീപ്പിൾ. അപ്പോൾ പോയിട്ട് അത് വളരെ ഫണ്ണി ആയിട്ട് തോന്നുവാണ്, ലൈഫിനെ വളരെ ഫണ്ണി ആയിട്ട് തോന്നുന്നത്. കാരണം ഈ ഒരു ഐറണി ഓഫ് ദ സിറ്റുവേഷൻ, പണ്ട് കോളനൈസറിനെ ഓടിക്കാൻ പോയിട്ട് നോക്കിയിട്ട് ഇപ്പോൾ കോളനൈസറിന്റെ രാജ്യത്തിലോട്ട് ആളുകൾ ഷിപ്പും പ്ലെയിനും പിടിച്ച് പോയി താമസിക്കുകയാണ്. അതാണ് ഇവിടെ ഐറണി എന്ന് പറയുന്നത്. കോളനൈസർ ഇപ്പോൾ കോളനൈസ്ഡ് ആയിക്കൊണ്ട് ഇരിക്കുവാണ്, കോളനൈസ്ഡ് ഇപ്പോൾ കോളനൈസറായി തിരിച്ചു മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇംഗ്ലണ്ട് ഇവിടെ ജമൈക്കയിൽ വന്ന് കോളനിയാക്കി, ഇപ്പോൾ തിരിച്ച് ജമൈക്ക പോയി ഇംഗ്ലണ്ടിലെ കോളനിയാക്കുവാണെന്നുള്ള രീതിയിലാണ് പോയിട്ട് ഇവിടെ എഴുതിയേക്കുന്നത്. ആൻഡ് വൺസ് അപ്പോൺ എ ടൈം എന്ത് ചെയ്യണം, ഇവിടെ ഉള്ള പൈസ മൊത്തം ഇംഗ്ലണ്ടിലോട്ട്, ഐ മീൻ ഇപ്പം എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇവിടെ ഉള്ള പൈസ എന്ത് ചെയ്യാണ്, നേരത്തെ എങ്ങനെയായിരുന്നു കോളനൈസ്ഡ് ആയിരുന്ന സമയത്ത് ജമൈക്കയിലുള്ള ആളുകളുടെ നാച്ചുറൽ റിസോഴ്സ് പൈസയെല്ലാം ഇംഗ്ലണ്ടുകാർ പിടിച്ചുകൊണ്ട് പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇംഗ്ലണ്ടിൽ പോയിട്ട് അവരുടെ പൈസയ്ക്ക് ജമൈക്കക്കാർ ജീവിക്കാൻ പോവാണ്. അതിനെയാണ് റിവേഴ്സ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. സോ ജമൈക്കൻസ് ഇംഗ്ലണ്ടിൽ തിരിച്ച് എത്തുമ്പോൾ അവരെന്താണ് ഓരോ ജോലികളിൽ അവരങ്ങ് സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത്. ചിലർ തന്നെ ജോലി കണ്ടുപിടിക്കും, ചിലർ എന്ത് ചെയ്യാണ് ജോലി കണ്ടുപിടിക്കാൻ പറ്റാതാവുന്നുണ്ട്. സോ അവർക്ക് അൺഎംപ്ലോയ്മെന്റ് വേജസ് വഴി ചിലർ ജീവിക്കുന്നുണ്ട് ചില ജമൈക്കൻസ്. അതിനെ ഡോൾ എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് പോയതിനകത്ത്, DOLE. അതായത് നമ്മുടെ ഇവിടുത്തെ തൊഴിലില്ലായ്മ വേതനം ഉണ്ടല്ലോ, ജോലി ഇല്ലാത്തവർക്ക് ഒരു കറക്റ്റ് എമൗണ്ട് ഓഫ് ഫീസ്, ഒരു ഫിക്സഡ് ഫീസ് ഇങ്ങനെ കിട്ടും ഓരോ മാസം. അപ്പം ജോലി കിട്ടാത്ത ജമൈക്കൻസ് അവിടെ പോയി അൺഎംപ്ലോയ്മെന്റ് വേജസിൽ താമസിക്കുന്നവരുണ്ട്. പുതിയൊരു ക്യാരക്ടറിനെ നമ്മുടെ പോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ജെയിൻ എന്ന് പറഞ്ഞ്, JANE. അതൊരു ടിപ്പിക്കൽ യങ് മൈഗ്രന്റ് ആണ്. ജമൈക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലോട്ട് പോയൊരു പെൺകുട്ടിയാണ്. അവിടെ ഒരുപാട് ജോലികൾ ചെയ്തു, നല്ല ഒരുപാട് സാലറീസ് കിട്ടും. പക്ഷേ എന്താണ്, ഒരുപാട് ജോലികൾ ചെയ്തു, പക്ഷെ അവൾക്ക് കിട്ടുന്ന എല്ലാം ലോ എമൗണ്ട് ആണ്. ആൻഡ് ഓൾസോ ഡേർട്ടി അല്ലെങ്കിൽ ഡേഞ്ചറസ് ജോബ്സ് ആണ് അവൾക്ക് അവിടെ കിട്ടുന്നത്. പക്ഷേ നെഗറ്റീവായിട്ടല്ല ജെയിൻ അതിനെ എടുക്കുന്നത്, വളരെ റിബല്യസ് ആയിട്ടാണ് ജെയിൻ അവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, വർക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അവള് തൊഴിലില്ലായ്മ വേതനത്തിലൂടെ അവിടെ താമസിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പോയിട്ട്. ദെൻ പിന്നെ 2 പൗണ്ടൊക്കെയാണ് ഈ പെൺകുട്ടിക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോഷ്യൽ എന്താണ് പറയുന്നത്, ഒരു ഡീഗ്രേഡിംഗ് ജോബിനെക്കാട്ടിലും നല്ലത് എന്താണ്, അവളുടെ ഡിഗ്നിറ്റിക്ക് ചേരുന്ന രീതിയിലുള്ള അൺഎംപ്ലോയ്മെന്റ് വേജസ് കിട്ടി താമസിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പം പോയിട്ട് പറയുന്നത് എന്താണ്, ജെയിൻ ഒരിക്കലും നല്ലൊരു സ്യൂട്ടബിൾ ജോബ് കിട്ടത്തില്ല. കാരണം എന്തുകൊണ്ടാണ്, അവളുടെ ആൻറ്റിയുടെ കൗച്ചിലിരുന്നാണ് അവൾ റൊമാൻറ്റിക് നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അവൾ ശരിക്കും പറഞ്ഞ ജോലിക്ക് വേണ്ടി അന്വേഷണമൊന്നും നടത്തുന്നില്ല. ലാസ്റ്റ് ആൻസറിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ജമൈക്ക, അതായത് ജമൈക്കൻസ് തിരിച്ച് ആ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, ജമൈക്കയിലുള്ള ആളുകൾ പിന്നെ ഇംഗ്ലണ്ടിൽ പോയി താമസിക്കുന്ന ആ ഒരു ഷിഫ്റ്റിനെ കുറിച്ചാണ് വീണ്ടും ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. അതായത് ഇംഗ്ലണ്ടിൽ വളരെ ഒരു ലോങ് ഹിസ്റ്ററിയാണുള്ളത്. ബ്രിട്ടീഷ് ഒരുപാട് ബാറ്റിൽസും വാർസും ഒക്കെ വിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതൊക്കെ പറയുവാണ്, അതായത് ആരും ഇംഗ്ലണ്ടിനെ കോൺകർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തു, ആ റോൾ റിവേഴ്സ് ചെയ്യുവാണ്. ജമൈക്കൻസ് വൺസ് ദേ വെയർ കോളനൈസ്ഡ് ബൈ ദി ബ്രിട്ടീഷ് പീപ്പിൾ, ബട്ട് നൗ ദേ ആർ കോളനൈസിങ് ദി കോളനൈസർ എന്നാണ് പറയുന്നത്. അവരവിടെ പോയി ഇപ്പം ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോയിട്ട് വണ്ടർ ചെയ്യുവാണ്, അതായത് എങ്ങനെയാണ് ബ്രിട്ടൻ ഇതിനെ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ എങ്ങനെയാണ് ഈ ഒരു റിവേഴ്സ് കോളനൈസേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ഇംഗ്ലണ്ട് എങ്ങനെ മാനേജ് ചെയ്യും എന്നാണ് ഈ ഒരു പോയത്തിലൂടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ജമൈക്കയിലാണ് ഈ ഒരു പോം സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ജെയിൻ ആരാണെന്ന് ചോദിക്കാം, വാട്ട് ഇസ് റിവേഴ്സ് കോളനൈസേഷൻ എന്ന് ചോദിക്കാം. എന്താണ് ഇവിടെ പറയുന്നത്, അതായത് ജമൈക്കയെ ഒരു പ്രാവശ്യം നമ്മുടെ ബ്രിട്ടൻ കോളനിയാക്കി വെച്ചാണ്, പക്ഷേ ഇപ്പോൾ
ഇൻഡിപെൻഡൻസിന് ശേഷം ജമൈക്കക്കാർ എന്ത് ചെയ്യുവാണ്, ഇംഗ്ലണ്ടിൽ പോയി താമസിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ താമസിക്കുന്നു എന്നൊക്കെയുള്ള മിസ് നേരത്തെ പറഞ്ഞു. പ്ലെയിനും ഉണ്ട്, ഷിപ്സ് ഉണ്ട്. പോയിറ്റിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ എന്താ, പോയിറ്റിന് വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര എന്താ പറയുക, ഇംഗ്ലണ്ടിനോട് വളരെയധികം മതിപ്പാണ്, ഒരു അഡ്മിറേഷനാണ് കാണുന്നത്. പോസിറ്റീവ് ഫീലിങ്സ് ആണുള്ളത് കേട്ടോ. പിന്നെ ഓക്കെ, എന്താണ് ഡോൾ എന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെന്റ് വേജസ് ആണ്. ജെയിൻ എന്നുള്ളത് ടിപ്പിക്കൽ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് വേണമെങ്കിൽ പറയാം. പിന്നെ എങ്ങനെയാണ് പോയം എൻഡ് ചെയ്യുന്നത്, ഈ ഒരു മാസ് മൂവ്മെന്റിന്, അതായത് നമ്മുടെ ഈ ഒരു റിവേഴ്സ് കോളനൈസേഷനെ എങ്ങനെയാണ് ബ്രിട്ടൻ മാനേജ് ചെയ്യുന്നത്, എങ്ങനെ റിയാക്ട് ചെയ്യും. തീം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളനൈസേഷൻ റിവേഴ്സ്, അതായത് അതാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. നമ്മുടെ പോയത്തിന്റെ ടൈറ്റിൽ തന്നെയാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഐറണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും, ഇവിടെയുള്ള ആളുകളെ പണ്ട് ജമൈക്കയിലുള്ള ആളുകളെ കോളനൈസ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു ബ്രിട്ടൻ. പക്ഷേ ഇൻഡിപെൻഡൻസിന് ശേഷം ജമൈക്കയിലുള്ള ആളുകൾ തിരിച്ച് അവിടെ പോയി താമസിക്കുകയാണ് ചെയ്യുന്നത്. അതായത് തിരിച്ച് അവിടുത്തെ പൈസ പോയി മേടിച്ച് അവിടെ പോയി സുഖമായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ഐറണി എന്ന് പറയുന്നത് കേട്ടോ. ദെൻ സബ്ജക്ട് മാറ്ററും ലിംഗ്വിസ്റ്റിക് നേച്ചർ. ഇതിനകത്ത് ലാംഗ്വേജ് യൂസ് ചെയ്തേക്കുന്നത് എന്താണ്, ജമൈക്കൻ ലാംഗ്വേജ്, ജമൈക്കൻ ഇംഗ്ലീഷിലാണ് ഇത് എഴുതിയേക്കുന്നത്. പിന്നെന്താണ്, എന്തുകൊണ്ടാണ് ജമൈക്കൻ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്, കാരണം സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്, ഇത് എഴുതിയേക്കുന്നത്. അതായത് ഒരു ജമൈക്കൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. ജമൈക്കൻ വേ ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ റൈറ്റിംഗ് ഇംഗ്ലീഷാണ് എഴുതിയിരിക്കുന്നത്. അത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമൈക്കൻ പെത്തോയിസ് എന്നുള്ള ലാംഗ്വേജിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ, ബിക്കോസ് പോയറ്റിന് ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷിൽ എഴുതാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവരുടേതായിട്ടുള്ള ലോക്കൽ ഇംഗ്ലീഷ് സ്റ്റൈലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ വേർണക്കുലർ എലമെന്റ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് എലമെന്റ്സ് എന്തൊക്കെയാണ് ഇവിടെ ജമൈക്കൻ ഇംഗ്ലീഷിലാണ് യൂസ് ചെയ്തേക്കുന്നത്, എഴുതിയിരിക്കുന്നത്. പിന്നെന്താണ്, അത് ജമൈക്കൻ കൾച്ചറിനെ കാണിക്കാനൊക്കെയാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് എതിരെ ഒരു റെസിസ്റ്റൻസ് പോലെയാണ്, അതുകൊണ്ടാണ് ജമൈക്കൻ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. പിന്നെന്താണ്, പോയിറ്റിന്റെ സ്ട്രക്ചർ തന്നെ വളരെ ഡിഫറൻ്റ് ആണ്. ഒരു കോൺവെർസേഷണൽ സ്റ്റൈലാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വേണം എഴുതാം.